ഇടയിൽ 2023 തീർന്ന് ഇനി 2024 ഇറങ്ങാൻ പോണ ഫോണുകൾ നോക്കാം. ഒന്നാമത്തത് സാംസങ് ഗാലക്സി S24 സീരീസ്. S24 സീരീസ് റൂമർ വരുന്നത് 92,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് ഇത് റൂമർ മാത്രമാണ്, ഇത് പ്രോപ്പർ ആയിട്ടുള്ളതാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് S23 അൾട്രയുടെ, അതായത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അവരുടെ S23 അൾട്രയുടെ സ്പെക്ക് വന്നിട്ട് ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് വരുന്നത് പ്രോസസ്സറായിട്ട്. 12 GB റാമും 256 GB ഇന്റർണൽ സ്റ്റോറേജ്. ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.8 ഇഞ്ചിന്റെ ഒരു ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ 120 Hz ആണ് റിഫ്രഷ് റേറ്റ്, പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും. ക്യാമറ വരപ്പോൾ നമുക്ക് 200 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ, 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 10 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ, 50 മെഗാ പിക്സലിന്റെ ഒരു ഒപ്റ്റിക്കൽ സൂമും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ ആസ് യൂഷ്വൽ എനിക്ക് തോന്നുന്നു സാംസങ്ങിന്റെ S സീരീസിലും എല്ലാം കാണുന്നത് പോലെ 12 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. സാംസങ് ഗാലക്സി S23 ഇത്രയും നാൾ പ്രൈമറി ഡിവൈസായിട്ട് യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോളിഡ് ഡിവൈസാണ്. അതായത് ക്യാമറയുടെ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് റിലേ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ iPhone 15 Pro Maxും ഞാൻ കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും വീഡിയോയുടെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി റിലേ ചെയ്യുന്നത് S23 അൾട്ര ആയിരിക്കും. ബിക്കോസ് സൂം ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി ലോസ് ഇല്ലാതെ നമുക്ക് സൂം ചെയ്തെടുക്കാനും കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി നമ്മുടെ S23 അൾട്രയ്ക്കകത്തുണ്ട്. എന്നും പറഞ്ഞ് 15 Pro Max കൊള്ളത്തില്ല എന്നുള്ളതല്ല. 15 Pro Maxൽ കുറച്ചുകൂടി ഒരു വാം ടോൺ കൂടുതലായിട്ട് കിട്ടും. S23 അൾട്രയിൽ കുറച്ചുകൂടി റോ ആയിട്ട് കിട്ടും. നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭയങ്കര നൈസാണ്. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള ഫോൺ OnePlus 12 ആണ്. OnePlus 11 ആയിരുന്നു ഞാൻ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. റീസെൻ്റ്ലി ഞാൻ OnePlus ഓപ്പണിലോട്ട് സ്വിച്ച് ചെയ്തു. പ്രൈമറി, അതായത് ഇത് എൻ്റെ ഓഫീസ് കോളുകളും ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത് ഈ ഒരു ഡിവൈസിനാണ്. OnePlus 12 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000 രൂപയാണ് റൂമർ ആയിട്ടുള്ള പ്രൈസ്. ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആയിരിക്കും പ്രോസസ്സർ, 12 GB റാം, 256 GB ഇന്റർണൽ സ്റ്റോറേജ്, 6.82 ഇഞ്ചിന്റെ ഒരു ആമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും, 120 Hz ആയിരിക്കും റിഫ്രഷ് റേറ്റ്, കോർണിംഗ് ഗോല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും, ബെസൽലെസ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിരിക്കും ആസ് യൂഷ്വൽ. പിന്നെ ക്യാമറ വരപ്പോൾ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി, അതുപോലെ തന്നെ 48 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 64 മെഗാ പിക്സലിന്റെ ഒരു ഒപ്റ്റിക്കൽ 3x സൂം. പിന്നെ ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസാണ് ഫ്രണ്ടിൽ വരുന്നത്. ഉള്ളത് പറയാലോ, OnePlusന്റെ സെൽഫി ക്യാമറ വേറൊരു ഷോവാണ്, പട്ടി ഷോവാണ്. അതുകൊണ്ട് അവരിന് 32 ഇട്ടെന്ന് പറഞ്ഞാൽ 200 ഇട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസമില്ല. പക്ഷേ റിയർ ക്യാമറയിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് OnePlus 11 യൂസർ എന്ന നിലയിൽ OnePlus 11 നല്ലൊരു ഡിവൈസ് തന്നെ, സോളിഡ് ഡിവൈസ് തന്നെയാണ്, നമുക്ക് ക്യാമറയൊക്കെ കിട്ടും. ബട്ട് എന്തോ ക്യാമറ പെർഫോമൻസിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. OnePlus 11 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ OnePlus ഓപ്പണിൻ്റെ ക്യാമറ സോ ഗുഡാണ്, സോ ഗുഡ്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് OnePlus 12 അവരുടെ ക്യാമറ ഇംപ്രൂവ്മെൻറ്റ്സ് ഒരുപാട് വരുമെന്നുള്ളത്. അടുത്ത് നമ്മുടെ ലിസ്റ്റിലുള്ള ഫോണ് Xiaomi Redmi Note 13. ഒരുപാട് ഫാൻസ് ഉള്ള ഒരു സീരീസാണ്. 13,690 രൂപയാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് പ്രൈസ്. MediaTek Dimensity 6080 ആയിരിക്കും പ്രോസസ്സർ, 6 GB റാം, 128 GB ഇന്റർണൽ സ്റ്റോറേജ്, 6.67 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, അതുപോലെ തന്നെ കോർണിംഗ് ഗോല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ. ക്യാമറ വരപ്പോൾ 100 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ആണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ഡുവൽ ക്യാമറ സെറ്റപ്പ്. പിന്നെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലിൻ്റെ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് റെഡ്മി സീരീസിൻ്റെ സെൽഫി ക്യാമറ ഭയങ്കര നൈസാണ്, ഇപ്പം Redmi 12 ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ലിസ്റ്റിലുള്ള ഫോണ് പോക്കോ X6 Neo. പോക്കോനെ പറ്റി എനിക്ക് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഞാൻ പറയാം. 21,990 രൂപയാണ് പ്രൈസ് വരുന്നത്. MediaTek Dimensity 6080 ആണ്, അതായത് റെഡ്മിയിൽ വരുന്ന അതേ പ്രോസസ്സർ, 6 GB റാം, 128 GB ഇന്റർണൽ സ്റ്റോറേജ്, 6.67 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കോർണിംഗ് ഗോല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഉണ്ട്. ക്യാമറ വരപ്പോൾ 100 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. 100 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്തും. ഇറ്റ്സ് റിയലി കൺഫ്യൂസിങ്. ഇനി ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറാണ്. റിലീസിംഗ് ഡേറ്റ് April 2024 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാം. അടുത്ത് നമ്മുടെ Xiaomi 14 Pro 56,890 രൂപയാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള പ്രൈസ്. ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ, 12 GB റാം, 256 GB ഇന്റർണൽ സ്റ്റോറേജ്, 6.73 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്. അതുപോലെ തന്നെ ക്യാമറ വരപ്പോൾ 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 50 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ, എല്ലാം 50. ഫ്രണ്ട് ക്യാമറ വരപ്പോൾ 32 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസ്. ഏപ്രിൽ മാസം തന്നെയാണ് ഇതും റിലീസ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത സാംസങ്ങിൻ്റെയാണ് സാംസങ് ഗാലക്സി M44 5G ഫോൺ. 29,999 രൂപ.
Qualcomm Snapdragon 888 ആണ് വരുന്ന പ്രോസസ്സർ, 6GB റാം, 128GB ഇന്റർണൽ സ്റ്റോറേജ്, 6.58 ഇഞ്ചിന്റെ ഒരു PLS LCD ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ. റിയർ ക്യാമറ വന്നിട്ട് നമുക്ക് 50 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ ആണ് വരുന്നത്. ആൻഡ് ഫ്രണ്ട് ക്യാമറ 13 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസ്. ഏപ്രിൽ മാസമാണ് റിലീസിംഗ് പറയുന്നത്. അപ്പോൾ ഈ S23 അൾട്ര അതുപോലെ തന്നെ OnePlus 11 ഇതൊക്കെ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ ഞാനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് കോളുകൾ വരുന്ന ഒരാളാണ്. ഒരുപാട് കോളുകൾ, അതായത് ഒരു കോൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറൊരു കോൾ, പെട്ടെന്നൊരു മീറ്റിങ്ങിന് പോയിട്ട് വരിക, പെട്ടെന്ന് പുറത്തിറങ്ങേണ്ടി വരിക, ഇങ്ങനെയുള്ള സിനാരിയോ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ബാക്കപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിനകത്തുള്ള ഓരോ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. S23 അൾട്രയ്ക്കകത്ത് 5000 mAh ഒരു ബാറ്ററിയും 45 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. OnePlus 12ൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ 5400 mAh ഒരു ബാറ്ററി, 100 വാട്ട്സിൻ്റെ സൂപ്പർ ബുക്ക് ചാർജിങ് ആണ് വരുന്നത്. ഇനി നമ്മുടെ Redmi Note 13 നോക്കിക്കഴിഞ്ഞാൽ 5000 mAh ബാറ്ററി, 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്. Poco X6 Neo നോക്കിക്കഴിഞ്ഞാൽ 5000 mAh ബാറ്ററി, 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. Xiaomi 14 Pro നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4880 mAh ബാറ്ററി, 120 വാട്ട്സിൻ്റെ ക്വിക്ക് ചാർജിങ്. സാംസങ് ഗാലക്സി M44 നോക്കിക്കഴിഞ്ഞാൽ 5000 mAh ബാറ്ററി, 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. Xiaomi 14 Proയും OnePlusഉം ആണ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ, അതായത് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ടോപ്പ് ലെവൽ പിടിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബാറ്ററി ബാക്കപ്പ് ഒരുപാടുള്ളതിനേക്കാളും ഫാസ്റ്റ് ചാർജിങ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ചാർജ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങാൻ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ റെഡിയായി കഴിയുമ്പോൾ സെറ്റായിരിക്കും. അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെയാണ് പ്രിഫർ ചെയ്യണേ. നിങ്ങൾ എങ്ങനെയാണ്, ബാറ്ററി ബാക്കപ്പ് ആണോ അതോ ഫാസ്റ്റ് ചാർജിങ് ആണോ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. 2024 ഇറങ്ങാൻ പോകുന്ന ഫോണുകളാണ് ഇതെല്ലാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.